നമ്മുടെ പൂർവികര് അവരുടെ കഷ്ടപ്പാടുകളുടെയും ദുരിതങ്ങളുടെയും നടുവിൽ പരിശുദ്ധ കുർബാനയിൽ ആശ്രയം വെച്ച് ബലിപീഠത്തോട് ചേർന്ന് നിന്ന് തങ്ങളുടെ ജീവിതത്തിന്റെ സങ്കടങ്ങളും കണ്ണുനീരും ബലിപീഠത്തിൽ അർപ്പിച്ച് ഒന്നുമില്ലായ്മയുടെ നടുവിൽ ദാരിദ്ര്യത്തിന്റെ മധ്യത്തിൽ നമ്മൾ വീണുപോകാൻ അവൻ സമ്മതിക്കില്ലെന്ന് തിരിച്ചറിഞ്ഞ പൂർവ്വപിതാക്കന്മാർ അവർ അടുത്ത തലമുറയോട് പറഞ്ഞു കൊടുത്തു, മക്കളെ ദൈവത്തെ വിളിച്ചപേക്ഷിക്കണം കേട്ടോ, ദൈവത്തിന്റെ കൂടെ ആയിരിക്കണം കേട്ടോ, ദൈവത്തിൽ നിന്ന് അകന്നു പോകരുത് കേട്ടോ. കാരണം ദൈവത്തിന്റെ ശക്തമായ കരങ്ങളാണ് നമ്മെ നാളിതുവരെ താങ്ങി നടത്തിയത്. കാലങ്ങൾ കഴിഞ്ഞപ്പോൾ ലോകത്തിന്റെ തിരക്കുകളിലേക്ക് നമ്മളൊക്കെ ഇറങ്ങി ചെന്നപ്പോ നമുക്കൊക്കെ ജീവിക്കാൻ എന്തെങ്കിലുമൊക്കെ നമ്മുടെ കയ്യിൽ നമ്മൾ നേടാൻ തുടങ്ങി കഴിഞ്ഞപ്പോൾ എവിടെയോ ദൈവമാണ് നമ്മളെ കൈ പിടിച്ചു നടത്തിയതെന്ന ചിന്തയേക്കാൾ ഉപരിയായിട്ട് നമ്മൾ അധ്വാനിച്ചതും നമ്മൾ കഷ്ടപ്പെട്ടതും നമ്മൾ നേടിയെടുത്തതും നമ്മൾ പണം ഉണ്ടാക്കിയതും നമ്മൾ ബിസിനസ് നടത്തിയതും നമ്മൾ കൃഷി ചെയ്തതും നമ്മൾ ജോലി ചെയ്തതും എല്ലാം വലുതായി മാറി. ദൈവം എന്ന യാഥാർത്ഥ്യം എപ്പോഴൊക്കെയോ നമുക്ക് സങ്കടങ്ങളിൽ മാത്രം വിളിച്ചപേക്ഷിക്കേണ്ട ഒന്നായി മാറി. സമൃദ്ധിയുടെ കാലങ്ങളിൽ, ഐശ്വര്യത്തിന്റെ കാലങ്ങളിൽ മക്കളെ ഇത് അപ്പൻ നേടിയതല്ല, ഇത് അമ്മ നേടിയതല്ല, ഇത് നമ്മുടെ ദൈവം പരിപാലിച്ചതാണെന്ന് പറഞ്ഞു കൊടുക്കുന്നതില് നമ്മൾ എവിടെയോ പരാജയപ്പെട്ടു പോയി.